മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. അവിടെ ഇന്നലെ രാത്രി 1 മണി മുതലാണ് 1 മണി മുതൽ 4 മണി വരെയാണ് ഉരുൾപൊട്ടിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇത് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് നിന്ന്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് ചൂരൽമല, മുണ്ടക്കൈ. ചൂരൽമലയിൽ ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം കംപ്ലീറ്റ് ഒലിച്ചുപോയി. ചൂരൽമലയുടെ മുകൾ ഭാഗത്തുള്ള പശ്ചിമഘട്ട മലനിരകളുടെ മുകളിൽ വനത്തിലുണ്ടായ ഉരുൾപൊട്ടലാണ്. ഈ ചൂരൽമല പൊതുവെ നിരന്ന പ്രദേശമാണ്, അങ്ങോട്ട് ഒഴുകി വരികയാണ് ചെയ്തത്. മലയും മണ്ണും കല്ലും മരങ്ങളും എല്ലാം കൂടി സംഹാര താണ്ഡവമായി അങ്ങോട്ട് വരികയാണ് ചെയ്തത്. ആ പാലം ഒലിച്ചു പോയതോടുകൂടി പിന്നെ ചൂരൽമല ഇപ്പുറത്തും മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങൾ അപ്പുറത്തുമായി ആളുകൾ ഒറ്റപ്പെട്ടു. ഇതിന്റെ താഴ്വരകളിൽ മലയാളം പ്ലാന്റേഷന്റെ തേയിലത്തോട്ടമുണ്ട്. ആ തോട്ടത്തിലുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ലയത്തിലുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 200 പേരെന്ന് പറയുന്നു, 100 പേരെന്ന് പറയുന്നു, പലരും പല രീതിയിൽ പറയുന്നു. ഏതാണ് കൃത്യമായ നമ്പർ നമുക്ക് ലഭ്യമല്ല. ഒരു ഗ്രാമം ഒന്നാകെ വാഷ്ഡ് ഔട്ട് ആണ്. ഏകദേശം 5000 ആളുകളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നമ്മളെ ഇപ്പോ ഡയറക്ട്ലി അഫക്റ്റഡ് ആയിട്ട് 1000 ആളുകളെ നേരിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. 108 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബോഡികളൊക്കെ ഉള്ളത് മേപ്പാടി പ്രൈമറി ഹെൽത്ത് സെന്ററിലും ഒരെണ്ണം സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലില്, ബാക്കിയുള്ളവ മേപ്പാടിയിൽ തന്നെയുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്, വിംസ് മെഡിക്കൽ കോളേജ്, അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. പട്ടാളവും നേവിയും ഫയർഫോഴ്സും പോലീസും റവന്യൂ വകുപ്പും എല്ലാം വളരെ വളരെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. അവിടെ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പട്ടാളം വന്നതിന് ശേഷമാണ് ഈ താൽക്കാലിക പാലം ഉണ്ടാക്കുന്നത്. ഈ താൽക്കാലിക പാലം പോലും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പട്ടാളം വേറൊരു സ്ഥലത്ത് കൂടി പോയിട്ടാണ് മുണ്ടക്കൈ അട്ടമല ഭാഗത്ത് കുടുങ്ങിയിരുന്ന റിസോർട്ടിലും മറ്റു വീടുകളിലും അഭയം പ്രാപിച്ചിരുന്ന 150ഓളം ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉരുൾപൊട്ടുമായി ബന്ധപ്പെട്ട് തന്നെ 5 റിലീഫ് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വയനാട്ടിൽ മൊത്തം മഴ പെയ്യുകയാണ്. വയനാട്ടിൽ ആകെ 45ഓളം റിലീഫ് ക്യാമ്പുകളുണ്ട്. 3600ഓളം ആളുകൾ ക്യാമ്പിലുണ്ടെന്നാണ് ഒരു കണക്ക്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് 300-ലധികം ആളുകൾ ക്യാമ്പിലുണ്ട്. ഏകദേശം 98 ആളുകൾ 100 ആളുകൾ മിസ്സിംഗ് ആണ്. എവിടെയാണെന്ന് അറിയത്തില്ല. നമ്പർ വീണ്ടും കൂടുമെന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്. ഈ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയത് എത്ര ആളുകൾ എവിടെയൊക്കെയാണെന്നുള്ള ഒരു വിവരവുമില്ല. നമ്മുടെ വളരെ ഭയാനകമായ വാർത്തകളാണ് അവിടുന്ന് കിട്ടുന്നത്, ലോക്കലായിട്ട് ലഭിക്കുന്ന വാർത്തകൾ. നമ്മൾ ഏകദേശം 400ഓളം ഹൗസസ് ടോട്ടലി വാഷ്ഡ് ഔട്ട് ആണ്, പോയിട്ടുണ്ട്. 128 ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഏകദേശം ഒരു വിവരം. ഈ വിവരങ്ങൾ, ഈ പറഞ്ഞ നമ്പറുകളെല്ലാം ഇനി കൂടാനാണ് സാധ്യത. കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ കൂടാനാണ് സാധ്യത. ഈ ചാലിയാറിന്റെ ഉത്ഭവ കേന്ദ്രമാണിത്. ചാലിയാർ നദി അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അങ്ങനെ ചൂരൽമലയിൽ കൂടി പോയി നിലമ്പൂര് വഴി മലപ്പുറം ജില്ലയിൽ കൂടിയാണ് പോകുന്നത്. ഈ പോത്തുകല്ല്, നിലമ്പൂരിലുള്ള പോത്തുകല്ല്, ആ ഭാഗത്തു നിന്നാണ് മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളും, നമ്മുടെ എന്താ പറയാ, നമ്മള് ഭയാനകമായ കാഴ്ച, ശരീരത്തിന്റെ പല മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളും അവിടെയുള്ള രക്ഷാപ്രവർത്തകർ എടുക്കാൻ സാധിച്ചു. മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചു. വയനാട് കണ്ടതിന് എനിക്കിപ്പോൾ 64 വയസ്സായി. ഞാൻ വയനാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. വയനാട് കണ്ടതിലെ ഏറ്റവും വലിയ ദുരന്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയനാട് വല്ലാത്ത ഒരു സങ്കടപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് വയനാടിൽ വന്യമൃഗശല്യം, കൃഷിനാശം, മറുഭാഗത്ത് ഈ പ്രകൃതി ദുരന്തങ്ങള്, എല്ലാം ആയിട്ട് വയനാട് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കത് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാവുമെന്നറിയില്ല. ഇപ്പോ ചുരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എമർജൻസി സർവീസ് മാത്രമേ വയനാടൻ ചുരത്തിലൂടെ കടത്തിവിടുന്നുള്ളൂ. വയനാടൻ ചുരമാണ്, വയനാടൻ ചുരത്തിലൂടെയാണ് വയനാടിനെ പുറലോകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാത. മറ്റൊരു പാത പേരിയയാണ്. അവിടെയും പേരിയ ചുരവും അവിടെയും മഴയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി മറ്റൊരു പാതയുള്ളത് ബോയ്സ് ടൗൺ വഴിയുള്ളതാണ്. അവിടെയും നിയന്ത്രിതമാണ് ആളുകളെ കടത്തിവിടുന്നത്. പിന്നെ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള വഴിയാണ് ഇവിടെ ഉള്ളത്. വയനാട് അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. വയനാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു
ദുരന്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടി ടൗണും മേപ്പാടി പഞ്ചായത്തും എല്ലാം ശോകമൂകമാണ്. ഉറ്റവരെ ഉടയവരെ തിരയുന്ന കാഴ്ചകളാണ് എങ്ങും കാണാനുള്ളത്. ആരോട് എന്ത് പറയണം, എങ്ങനെ പറയണം, എന്താണ് സംസാരിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഈ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെയൊക്കെ എത്രയോ ഭീകരമാണ് സംഭവങ്ങൾ. അവർക്കും പരിമിതികളുണ്ട്. കാരണം അവിടെ എന്ത് സംഭവിക്കാവുന്ന സ്ഥലത്താണ് ഈ ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2018-19 ഉരുള് പൊട്ടിയ പുത്തുമലയുടെ അടുത്താണ് ഈ പ്രദേശങ്ങളെല്ലാം. അതിനടുത്താണ് ഈ ചൂരൽമലയും അട്ടമലയും എല്ലാം ഉള്ളത്. ഇവിടെ 80കളിൽ ഇവിടെ പണ്ടൊരു ഉരുള് പൊട്ടിയിരുന്നു. പണ്ടൊരു എസ്റ്റേറ്റ് എല്ലാം നഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തം പുത്തുമല ദുരന്തമാണ്. പുത്തുമല ദുരന്തത്തിന് ശേഷം ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഈ സ്കൂള് ഒരു ഗവൺമെന്റ് സ്കൂൾ GVHS ഏകദേശം പൂർണ്ണമായി തന്നെ നശിച്ചു. അതിന്റെ 2ാം നിലയുടെ മുകളിൽ കൂടിയാണ് ഈ മരമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വന്നത്. ഇതാണ് ഏകദേശം ഒരു വിവരം. ഇപ്പൊ കിട്ടിയ വിവരങ്ങൾ തരാൻ പറ്റും. അഗസ്റ്റിൻ, കഴിഞ്ഞ ദിവസം അവിടെ വയനാട്ടിലെ റെഡ് അലർട്ട് ആയിരുന്നല്ലോ. ഓറഞ്ച് അലർട്ട് ആയിരുന്നു, പിന്നെ പെട്ടെന്ന് റെഡ് അലർട്ട് ആയി. അപ്പൊ ആർക്കും ഇതിനെക്കുറിച്ചൊരു മുന്നറിവ് ഇല്ലായിരുന്നോ, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും എന്ന്? ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഒഫീഷ്യൽസും മുന്നറിയിപ്പ് കൊടുത്തിട്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റ് ഒഫീഷ്യൽസും സാധാരണ കൊടുക്കുന്ന മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ ആളുകൾ അവിടുന്ന് പിന്നെ എന്തുകൊണ്ടോ അത് അനുസരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അവര് വർഷങ്ങളായി ജീവിക്കുന്ന അതിനോടുള്ള അറ്റാച്ച്മെന്റോടായിരിക്കും പെട്ടെന്ന് മാറാൻ പറ്റിയില്ല. പക്ഷെ ചില ആളുകളെല്ലാം ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടാകും. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഉരുള് പൊട്ടിയിരിക്കുന്നത് ജനവാസ സ്ഥലത്തല്ല, മലയുടെ മുകളിലാണ്. മലയിൽ നിന്ന് അതിശക്തത്തിൽ, അതായത് 40 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശമാണ്. വെസ്റ്റേൺ ഘാട്ടിന്റെ പ്രദേശമാണ്. അവിടെ നിന്നാണ് ഈ പർവ്വതം ഒന്നാകെ ഇടിഞ്ഞിളകി മരവും കല്ലുകളും എല്ലാം ആയിട്ട് വന്നിരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിലല്ല ഉരുള് പൊട്ടിയത്. ഉരുള് പൊട്ടി ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നതാണ്, തള്ളി വന്നതാണ്. ഓക്കെ. അതുപോലെ പിന്നെ ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ ആ പ്രദേശത്ത്. അവിടെ പല റിസോർട്ടുകളുണ്ട്. അവിടെ റിസോർട്ടുകളിൽ ടൂറിസ്റ്റുകൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. കുറച്ച് ആളുകളെ ഇപ്പൊ സൈന്യം രക്ഷിച്ചിട്ടുണ്ട്. 150ഓളം ആളുകളെ അവിടെ രക്ഷിച്ചിട്ടുണ്ട് കുറച്ച് ആളുകള്. ബാക്കിയുള്ളവർ ഏതെങ്കിലും വീടുകളിലോ കുന്നിന്റെ മുകളിലോ, കുറച്ച് ആളുകൾ കുന്നിൻ മുകളിലേക്ക് അഭയം തേടിയിരുന്നു. അവരെ എല്ലാം ഇപ്പൊ സൈന്യം വന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നമ്മൾ ആശ്വാസത്തിന്റെ വാർത്ത കേൾക്കുന്നതോടൊപ്പം തന്നെ സങ്കടപ്പെടുന്ന വാർത്തകളും കേൾക്കുന്നുണ്ട്. ബോഡിയും കിട്ടുന്നു. ഈ ബോഡി കല്ലിന്റെയും മരത്തിന്റെയൊക്കെ അടിയിൽ, മരത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ ഫോറസ്റ്റ് ഒന്നാകെ ഇടിഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യസാധ്യമായത് അവർക്ക് ചില യന്ത്രങ്ങൾ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ രക്ഷാപ്രവർത്തകർ പ്രവർത്തിക്കുന്നതും.